2003 മെയ് മാസം അവസാനമാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കലാലയ രാഷ്ട്രീയം നിരോധിച്ചു. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ വെല്ലുവിളിയായി തീർന്ന ഒരു വിധിന്യായമായിരുന്നു ശ്രീ ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ ഡിവിഷൻ ബെഞ്ചിൻ്റെ തൂലികാ നാമത്തിൽ പ്രഖ്യാപിച്ചത്. അതോടുകൂടി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽപ്പെട്ട മിക്കവാറും കോളേജുകളൊക്കെ രാഷ്ട്രീയം നിരോധിച്ചു. നായർ മാനേജ്മെൻറ്റിലും ഇഴവ മാനേജ്മെൻറ്റിലും അത്യാവശ്യം മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള കോളേജുകളും അതേ പാത തന്നെ പിന്തുടർന്നു. ഓരോ ദിവസവും മലയാള മനോരമ എടുത്തു വയ്ക്കാൻ ആ കോളേജിൽ നിരോധിച്ചു, ഈ കോളേജിൽ നിരോധിച്ചു, ആ മാനേജ്മെൻറ്റ് നിരോധിച്ചു, ഈ മാനേജ്മെൻറ്റ് നിരോധിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കവേ ആ സമീപ ദിവസം അന്ന് ആലുവ UC കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ രാജു K. ജോൺ വേറൊരു ആവശ്യത്തിന് വേണ്ടി എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, നമ്മുടെ കോളേജ് രാഷ്ട്രീയം നിരോധിച്ചു? അപ്പോൾ രാജു K. ജോൺ സാർ പറഞ്ഞു, ഇല്ല, നിരോധിച്ചിട്ടില്ല, നിരോധിക്കുന്ന പ്രശ്നമില്ല. 1921 UC കോളേജ് തുടങ്ങിയ അന്ന് മുതൽക്ക് ഇവിടെ രാഷ്ട്രീയമുണ്ട്, ഇപ്പോഴും രാഷ്ട്രീയമുണ്ട്, ഇനിയും രാഷ്ട്രീയം ഉണ്ടാകും. രാഷ്ട്രീയം കൊണ്ട് ഈ കോളേജിന് ഇന്ന് വരെ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാനായിട്ട് അത് നിരോധിക്കുന്നില്ല. ഈ വരും തലമുറയിൽപ്പെട്ട പ്രിൻസിപ്പൾമാരും അത് നിരോധിക്കുകയില്ല. അത്രയും ശക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നി ആ രാജു K. ജോൺ സാറിനെ കുറിച്ചും നമ്മൾ പഠിച്ച കോളേജിനെ കുറിച്ചും. പക്ഷേ എൻ്റെ ആ അഭിപ്രായം അത്ര ശരിയായിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും SFIക്കാരാണ് ഈ ഗുണ്ടാവണ്ടി ഉണ്ടാക്കിയത്. SFIക്കാരല്ല, അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്, പണ്ട് മുതലുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് SFI ഉണ്ട്, KSU ഉണ്ട്, AISF ഉണ്ട്, ABVP ഉണ്ട്, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് വരെ ഉണ്ട്. ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ഉള്ള കാലത്താണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴും ഏതാണ്ട് ഇതേ സംഘടനകളൊക്കെ തന്നെ അവിടെയുണ്ട്. ആ വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങനെ അടിപിടിയോ കത്തിക്കുത്തൊന്നും പതിവില്ല. രാഷ്ട്രീയമുണ്ട്, അതൊക്കെ കോളേജ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു പോകും. ഒരിക്കലും അത് കോളേജിൻ്റെ വസ്തുവകൾ നശിപ്പിക്കുന്നതിലേക്കും അധ്യാപകരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്കൊന്നും എത്താറില്ല. ഈ കഴിഞ്ഞ ദിവസം KSUക്കാർ എന്ന് പറയപ്പെടുന്ന ചില കശ്മലന്മാർ നടത്തിയ കലാപരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് ഡോക്ടർ രാജു K. ജോണിൻ്റെ അന്നത്തെ തീരുമാനം അത്ര ശരിയായിരുന്നു എന്ന കാര്യത്തിൽ തന്നെ സംശയം തോന്നി. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കോളേജ് യൂണിയൻ ഭരിക്കുന്നത് KSU ആണ്. മിക്കവാറും എല്ലാ സീറ്റിലും KSU ആണ് ജയിച്ചത്. അവരുടെ യൂണിയനാണ്. യൂണിയൻ്റെ എന്തോ കലാപരിപാടികൾ കോളേജ് മാനേജ്മെൻറ്റ് തീരുമാനിച്ച സമയത്തിനപ്പുറത്തേക്ക് നീണ്ടുപോയപ്പോൾ വലിയ പോലീസ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പോലീസുകാരിടപെട്ട് പരിപാടി നിർദ്ദിഷ്ട സമയത്ത് നിർത്തിവെപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അവർ മിക്കവാറും പേര് പിരിഞ്ഞു പോയതിന് ശേഷം ഈ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഏതാനും സാമൂഹ്യ വിരുദ്ധന്മാർ ആ കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ ലോക്ക് തല്ലിപ്പൊളിച്ച്, അത് വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പൊളിച്ചു എന്നാണ് പറയുന്നത്. താഴെ വെട്ടിപ്പൊളിച്ച് ഓഡിറ്റോറിയത്തിനകത്ത് പ്രവേശിച്ച് മൈക്കിൽ കൂടി അധ്യാപികമാരെ അസഭ്യം പറയുകയും അത് കഴിഞ്ഞ് പോലീസ് അവരെ പിരിച്ചുവിട്ടതിന് ശേഷം പിന്നെയും വന്ന് നേരെ പുലരുന്നവരെ എന്തൊക്കെയോ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും കോളേജ് മാനേജ്മെൻറ്റ് നടപടി എടുത്തു. ഭാരവാഹികൾക്ക് അടക്കം എതിരെ നടപടി എടുക്കാമായിരുന്നു, അത് ചെയ്തില്ല. ഇതിന് നേതൃത്വം നൽകിയ 3 സാമൂഹ്യ വിരുദ്ധന്മാർ, ഇവർ 3 പേരും കോൺഗ്രസ്സുകാരാണ്. UC കോളേജിൽ പഠിക്കാനായിട്ട് ന്യായമായിട്ടും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്നല്ല മാനേജ്മെൻറ്റ് കോട്ടയിൽ പോലും അഡ്മിഷൻ കിട്ടാൻ യോഗ്യതയില്ലാത്തവരാണ്. പലവിധ സമ്മർദ്ദങ്ങളിൽ കൂടി കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരാണ്. അവർ കോളേജിൽ വരുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, അവർക്ക് നിർദ്ദിഷ്ട അറ്റൻഡൻസും ഇല്ല. ഇവർ കലഹവും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്ന പ്രതിഭകളാണ്. ഈ 3 പേർക്കെതിരെ നടപടി എടുക്കുകയും അവർ സസ്പെൻഡ് ചെയ്യും. പിന്നീട് അന്വേഷണം നടത്തി ഇവർ കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്ന് TC കൊടുത്ത് പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. വേറെ ഏതെങ്കിലും കോളേജിലാണെങ്കിൽ അവർ അന്ന് പിരിച്ചുവിട്ടാൽ അതിനെതിരെ കോടതിയിൽ പോയാലും ഒരു ഓർഡർ കിട്ടുകയില്ല. കാരണം കോളേജിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പ്രിൻസിപ്പളിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതുകൊണ്ട്. ഏതായാലും ഇവരെ TC കൊടുത്ത് വിടാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് KSUക്കാർ സമരം തുടങ്ങി. ഈ സമരം തുടങ്ങിയതിനും കുഴപ്പമൊന്നുമില്ല, സമാധാനപരമായിട്ട് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ KSUക്കാർക്കും ഉണ്ട്, SFIക്കാർക്കും ഉണ്ട്, ABVPക്കാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവരുടെ സമരം അക്രമാസക്തമാകുന്ന ഒരു നിലയിലെത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട ആലുവ MLA, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അൻവർ സാദത്ത്, അദ്ദേഹം വന്ന് പ്രിൻസിപ്പളുമായിട്ട് സന്ധി സംഭാഷണം നടത്തി ഒരു പക്ഷേ ഒത്തീർപ്പായി പോയേക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ
MLA പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന് പുറത്തു കിടന്നതിൻ്റെ പുറകെ അക്രമാസക്തരായി പ്രിൻസിപ്പലിനെ ദേഹോപദ്രവത്തിന് ശ്രമിക്കും, അവരുടെ മേലേക്ക് കരിയോയിലേക്ക് ഊരൊഴിക്കും. ഒരു പോലീസുകാരി അതിനിടയ്ക്ക് ചാടി വീണ് ഈ കരിയോയിലിൻ്റെ കുപ്പി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇവരുടെ മേലെ കരിയോയിലായില്ല എന്നും. ഇതിൽ കൗതുകരമായിട്ടുള്ള വശം എന്താ വെച്ചാൽ കോളേജിലെ KSUക്കാരല്ല ഇതിന് അക്രമത്തിന് നേതൃത്വം കൊടുത്ത് പുറമേ നിന്ന് വന്ന ഊത്തുകോൺഗ്രസ്സുകാർ. അവർക്ക് അവിടെ വരേണ്ട ഒരു കാര്യവുമില്ല. കോളേജ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ അവർ സമരം ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. ആ സമരത്തിന്റെ ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. അപ്പൊ ഇതാണ് അവിടെ നടന്ന അംഗം. അവർ ചോദിക്കുന്ന മുദ്രാവാക്യം കേട്ടില്ലേ, നാണമുണ്ടോ നിങ്ങൾക്ക്? ഇവരെന്തിനും നാണിക്കുന്നത്? ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാണ്, ഒരു വനിതാ പ്രിൻസിപ്പളാണ്. അവർക്ക് നിർദ്ദിഷ്ട യോഗ്യതയുണ്ട്, അവർക്ക് ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്, പ്രിൻസിപ്പളായിരിക്കാനായിട്ട് UGC നിഷ്കർഷിച്ച എല്ലാ യോഗ്യതകളും ഉണ്ട്. അവർ നാണിക്കേണ്ട ഒരു കാര്യമില്ല. അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളൊന്നുമല്ല. അതുകൊണ്ട് ഈ KSUക്കാർക്ക് വിവരമില്ലെങ്കിലും മൂത്തന്മാർക്ക് വിവരമില്ലെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിവരം ഉണ്ടാവും. ആലുവയിലെ മൂത്ത കോൺഗ്രസ്സുകാരെങ്കിലും മനസ്സിലാക്കണം. അതുമല്ല, ഇതിൽ വേറൊരു തമാശയും കൂടി ഉണ്ട്. ഈ സമര ആഭാസത്തിന് നേതൃത്വം കൊടുത്ത് ആ ഒരു യുവ വനിതാ നേതാവാണ്. ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർ KPCC പ്രസിഡന്റിന്റെയും വർക്കിംഗ് പ്രസിഡന്റിന്റെയും ശുപാർശയാൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാന്യ മഹിളയാണ്. അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കരിങ്കൊടി കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഒരേ ഒരു യോഗ്യത. ആ നിലയ്ക്ക് ഇപ്പോൾ UC കോളേജ് പ്രിൻസിപ്പലിന്റെ നേർക്ക് കരിയോയിൽ ഒഴിച്ചാലും വലിയ അത്ഭവമൊന്നും വിചാരിക്കണ്ടാവില്ല. അപ്പോൾ അടുത്ത തവണ നിയമസഭയ്ക്ക് സീറ്റ് കിട്ടും എന്നായിരിക്കും ഈ ശ്രീമതി ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും. എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, സ്ഥലം തെറ്റിപ്പോയി. ഇത് ആലുവയാണ്. ഇവിടെ അങ്ങനെയുള്ള അക്രമകാരികളൊന്നും ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുകയില്ല. ആലുവയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. അത് TO ബാവയുടെ പാരമ്പര്യമാണ്, K മുഹമ്മദ് അലിയുടെ പാരമ്പര്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഗുണ്ടായിസോ ഹൂളിഗാനിസോ ഒന്നും കാണിച്ചിട്ട് ഒരാൾ നേതാവില്ല എന്ന കാര്യം ഈ ചെറുപ്പക്കാരിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് അൻവർ സാദത്തിനോടല്ല, ബെന്നി ബഹനാനോടുമല്ല. ഇവരോടും ചോദിച്ചിട്ട് ഒരു ഫലമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് BD സതീശനോടാണ്. ഈ സതീശന്റെ പുതുയുഗ യാത്ര ഇപ്പൊ ഏതാണ്ട് തിരുവനന്തപുരത്ത് എത്തി. അത് 6-ാം തീയതി സമാപിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പുതുയുഗം എന്ന് പറയുന്നത് വനിതാ പ്രിൻസിപ്പലിന്റെ നേർക്ക് കരിയോയിൽ ഒഴിക്കുന്ന യുഗമാണോ? SFIക്കാര് മഹാരാജാസ് കോളേജിലും പാലക്കാട് വിക്ടോറിയ കോളേജിലും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലും നടത്തിയ പോലെയുള്ള വൃത്തികേടുകൾ ഇനി നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ആവർത്തിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കാര്യം നേരത്തെ പറയണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. പിണറായി വിജയനെ മാറ്റി VD സതീശനെ മുഖ്യമന്ത്രി ആക്കിക്കൊള്ളാം എന്ന് ഞങ്ങളാരും ശപഥം ചെയ്തിട്ട് പ്രതിജ്ഞ എടുത്തിട്ടൊന്നുമില്ല. SFIക്കാർ കാണിക്കുന്ന അതേ ഗുണ്ടായുസം ആവർത്തിക്കാനായിട്ട് ഇവിടെ KSUവിന്റെ ആവശ്യമില്ല. പിന്നെ SFIക്കാർ തന്നെ മതിയല്ലോ. നമുക്ക് ആർഷോയും അനുശ്രീയും ശിവപ്രസാദും പോലെയുള്ള കത്തുന്ന വിപ്ലവകാരികളിലപ്പോൾ ഈ ഞോളകളായ KSUക്കാരുടെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഇതേ കലാപരിപാടി അവർ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തു. അപ്പോൾ മാനമര്യാദയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോളേജിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കാനും അവിടെ കലാപം അഴിച്ചുവിടാനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ഈ കലാപരിപാടി ഒരുപാട് കാലം നടക്കുകയില്ല എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട BD സതീശനോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിന് ഉത്തരം പറയേണ്ടത് സതീശനാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ വിഷജന്തുക്കളെ പാല് കൊടുത്ത് വളർത്തുന്ന നമ്മുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അദ്ദേഹത്തിന്റെ മറ്റ് അനുചരന്മാരുമാണ്. ഏതായാലും ഈ കളി ഇവിടെ അവസാനിക്കുകയില്ല എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.